കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എല്ലാത്തിനും കാരണം നിങ്ങളാ. അച്ഛാ, അമ്മേ, അച്ഛൻ കൊന്നു എന്നൊക്കെ പറയുന്നു. അച്ഛൻ ആരെയാ കൊന്നേ? അമ്മ പറയമ്മ. മുത്തശ്ശി, ജലജ അപ്പച്ചി അല്ലാതെ മുത്തശ്ശിക്ക് വേറെ മകളുണ്ടോ? ആ മാമൻ കാരണമാണോ മുത്തശ്ശൻ മരണപ്പെട്ടത്? പറയൂ മുത്തശ്ശി, എന്താ നടന്നത്? എങ്ങനെയാ നടന്നത്? ഇത്രയും നാള് സത്യങ്ങളൊക്കെ മറച്ചു വെച്ച് മനസ്സ് കല്ലാക്കിയ ഞാൻ ജീവിച്ചത്. ഇപ്പൊ വീണ്ടും അത് തന്നെ കേൾക്കുമ്പോ അന്ന് ഞാൻ കല്ലാക്കി വെച്ച മനസ്സ് പിന്നെയും വേദനിക്കുകയാണ്. നീ ചോദിച്ച ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? എവിടുന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല മോളെ. അന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു മോനെ. അന്ന് നീ കുഞ്ഞായിരുന്നു മോളെ. 7 ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്ന സമയമായിരുന്നു അന്നത്തെ ദിവസം. അച്ഛാ, ओंकारं सकलकलाश्रीकारं चतुर्वेदसाकारं चैतन्यसुधापूरं ज्ञानकमलशासा विजयझङ्कारं अद्वैतप्राकारं भजे. പൂജയ്ക്കുള്ള ഏർപ്പാട് ചെയ്യുമോളെ. ശരി അച്ഛാ. अद्वैतप्राकारम् മാമനെന്താ ഈ പാതിരാത്രിയില് കല്യാണപ്പയ്യനെ പോലെ ഒരുങ്ങി നിൽക്കുന്നത്? പുള്ളി ഇത് കേട്ടാലുണ്ടല്ലോ, പിന്നെ സംസാരമൊന്നും ഉണ്ടാവില്ല. നോക്കി ഭസ്മാക്കി കളയും. വാ. പോയിട്ട് വരാം മോളെ. ദേ ചെയ്തുകൂടി. ब्रह्मांड बांडनादलयद् ब्रह्मात्मक नव्य जीवनाधारं वर्णरहित वर्गमधित ललित ललित भावलुलित भाग्य रचित भोग्य महित वसुदैक कुटीरं कामिदार्थ बन्धुरं कल्याण खन्दरं सद्गुणैक मन्दिरं सकल लोक सुन्दरं पुण्यवर्ण पुष्करं दुरित कर्म दुष्करं शुभकरं सुधाकरं सुरुचिरं सुधीपरं भवकरं भवाकरं त्रिअक्षरं अक्षरं भजे. കണ്ടിട്ടെന്താ പൂജയ്ക്ക് പോകുന്ന പോലുണ്ടല്ലോ. അതെ, പാതിരാത്രിക്ക് എന്താ പൂജ? എന്താ ചേട്ടൻ അറിയില്ലേ? അറിയാമെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കുവോ? നിനക്കറിയാവോ? ഇന്ന് 7 ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്ന ദിവസമാണ്. 7 ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുമ്പോ ദേവതകൾക്കും ആ ശിവക്ഷേത്രത്തിന് കാവലായി നിൽക്കുന്ന നാഗദേവതകളില്ലേ, അവരുടെ ശക്തി കുറയും. ആ സമയത്ത് പൂജ ചെയ്താ ദേവതകൾക്ക് കുറച്ച് ശക്തി കിട്ടും. അതിനുവേണ്ടിയാ പുള്ളി ഇപ്പൊ പൂജ ചെയ്യാൻ പോകുന്നത്.
നിനക്കെന്നെ ഓവറായിട്ട് തോന്നുന്നില്ലേ? മനുഷ്യര് പൂജ ചെയ്ത ദേവതകൾക്ക് അങ്ങനെ ശക്തി വരും. ഇത് വെറുതെ പറയുന്നതല്ല ഏട്ടാ. ഗ്രഹണ സമയത്തിലെ സൂര്യജപവും ചന്ദ്രജപവും എന്തിനാ ചെയ്യുന്നേ? ഗ്രഹണ സമയത്ത് സൂര്യചന്ദ്രന്മാരുടെ ശക്തി കുറവായിരിക്കും. 7 ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്ന സമയത്ത് ചെയ്യുന്ന പൂജ അതുപോലെ ആയിരിക്കും. അതിനു വേണ്ടി അമ്മാവനിപ്പോ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അവര് മാത്രം എന്താ തനിച്ചു പോയത്? നമ്മളെ വിളിച്ചാൽ നമ്മളും പോകില്ലായിരുന്നോ? എല്ലാരും ആ സമയത്ത് അങ്ങനെ പോകാൻ പാടില്ല. വീട്ടിലുള്ള മുതിർന്നവര് വേണം ഒറ്റയ്ക്ക് അവിടെ പോയി പൂജ ചെയ്ത് തിരിച്ചു വരാൻ. ഓഹോ, പൂജയ്ക്ക് ഇങ്ങനെ ടെസ്റ്റുകളൊക്കെ ഉണ്ടോ? ആ, ഇതിൽ ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താ? ഈ നാഗപുരത്തുള്ള ശിവക്ഷേത്രത്തിലെ ഒരു വിശേഷപ്പെട്ട സാധനം അകത്തിരിപ്പുണ്ട്. അമ്മാവൻ പൂജ ചെയ്ത് തിരിച്ചു വരുന്ന ആ സമയം തന്നെ ആ ക്ഷേത്രം സംരക്ഷിക്കുന്ന നാഗലോകത്തെ സർവ്വനാഗങ്ങളും ക്ഷേത്രത്തിന് മുന്നിലുള്ള ശിവലിംഗത്തിൽ പൂജ ചെയ്യും. അങ്ങനെയാണോ? ആ നാഗങ്ങള് നമ്മൾ പൂജിക്കുന്ന പോലെ പൂവും പഴവും വച്ചല്ല പൂജിക്കുന്നത്. അവയുടെയൊക്കെ കഴുത്തിലുള്ള നാഗമാണിക്യം വച്ചാ പൂജിക്കുന്നത്. സത്യമാണോ? സത്യമായിട്ടും ആ നാഗമാണിക്യം ഇരിക്കുന്ന മൊത്തം സ്ഥലവും അച്ചോ ഭയങ്കരമായിട്ട് ആ തിളക്കം കൊണ്ട് ജ്വലിക്കും. എന്നാ ഒരു കുഴപ്പമുള്ള എന്താന്ന് വെച്ചാ ആ സമയത്ത് ആരും അവിടെ ഉണ്ടാകാൻ പാടില്ല, അത് കാണാനും പാടില്ല. ഇതിന്റെ പിന്നിൽ ഇനി വേറൊരു വിഷയമുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞാ ഇപ്പൊ തന്നെ ചേട്ടൻ അങ്ങോട്ട് പോവും. അതെന്താ അത്? നാഗങ്ങൾ അവിടെ പൂജിക്കുന്ന ആ നാഗമാണിക്യത്തെ ആര് സ്വന്തമാക്കുന്നോ അവൻ വലിയ കോടീശ്വരനായിട്ട് മാറും. സത്യമാണോ? ആ നാഗമാണിക്യം ആരുടെ കയ്യിൽ ഇരിക്കുന്നോ അവൻ എന്ത് ചെയ്താലും വിജയമല്ലാതെ തോൽവി ഉണ്ടാകത്തേയില്ല. സത്യമാണോ? പിന്നെ അത് മാത്രമല്ല, ആ നാഗമാണിക്യത്തിൽ ഇരിക്കുന്ന ദിവ്യശക്തി കൊണ്ട് എന്താഗ്രഹിക്കുന്നോ അത് അതുപോലെ നടക്കും. നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നമ്മളെ കൈ വന്ന് ചേരും. വലിയ രാജാക്കന്മാർക്ക് പോലും കിട്ടാത്ത ബ്രഹ്മരാജയോഗം നമുക്ക് തന്നെ കിട്ടും. സത്യമായിട്ടും? നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അമ്മാവൻ തിരിച്ച് വീട്ടിൽ വന്ന ശേഷം ചേട്ടനെ ഞാൻ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവാം. ചേട്ടന്റെ കണ്ണുകൊണ്ട് തന്നെ ചേട്ടൻ അത് കാണും. കുറച്ച് ധൈര്യം സംഭവിച്ച് ആ മാണിക്യത്തെ സ്വന്തമാക്കിയ മനുഷ്യനായാലും സമ്പത്തായാലും ജീവനായാലും എന്താഗ്രഹിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാറും. ഞാൻ ഒരിക്കലും അവിടെ പോയി കണ്ടിട്ടുണ്ട്. എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചങ്ങ് പോയി. അങ്ങനെയാണെങ്കിൽ നീ നാഗമാണിക്യം കണ്ടിട്ടുണ്ടോ? ആ, പ്ലീസ് എന്നെ കൂടെ ഒന്ന് കൂട്ടിട്ട് പോടാ. കാണാനോ അതോ ആ നാഗമാണിക്യം കൂടി ഇങ്ങ് എടുത്തോണ്ട് വരാനോ? അയ്യോ, ആ പാമ്പ് അവിടെ ഉള്ളപ്പോ നമുക്കെങ്ങനെ അത് എടുക്കാൻ പറ്റും? കാണാൻ മാത്രമായിട്ട് പോകുന്നത് വേസ്റ്റാണ്. നിങ്ങൾക്ക് ആ നാഗമാണിക്യം എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ച് ഞാനൊന്ന് സന്തോഷിച്ചതാ. ഇതുപോലെ ദിവ്യശക്തിയുടെ ഒരു മാണിക്യം എടുക്കുന്ന റിസ്ക് അല്ലേ? അഥവാ നമ്മളത് എടുത്താ പാമ്പ് കുത്തി കൊല്ലില്ലേ? ആ, ഇവിടെയാണ് ചെറിയൊരു ട്രിക്ക് പ്രയോഗിക്കേണ്ടത്. അവരുടെ കഴുത്തിലുള്ള ആ മാണിക്യം മാറ്റിയ ശേഷം ആ പാമ്പുകള് ആ സമയം തീരെ ബലഹീനരായിരിക്കും. ആ സമയത്ത് അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ നല്ല അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയ പിന്നെ ഇതുപോലൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചല്ലേ? കുറച്ച് ധൈര്യം മാത്രം കാണിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. ചേട്ടൻ കുറച്ച് ധൈര്യത്തോടെ കൂടെ നിന്നാ മതി. ചേട്ടനും അനിയനും ഉറങ്ങാതെ ഈ പാതിരാത്രിയിൽ ദൈവത്തിനെ പറ്റി എന്താ ഒരു ചർച്ച? ഏയ്,
ഒന്നുമില്ല 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 ശകുന്തള. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ പേടിക്കുന്നേ? मायामय बहु कठिन विकट कंटक पद संसार कानन सुख ज्ञान सकट विहारम् अष्टाक्षरी प्रकृष्ट पंचाक्षरी विशिष्ट महामंत्र यंत्र तंत्र महिमालय गोपुरम् घन गंभीरांबरं जम्बू भूभंबरं निर्मल युग निर्घरं निरुपमान निर्झरं मधुर भोगी कुंजरं परमयोगी बंजरं उत्तरं निरुत्तरं अनुत्तरं महत्तरं महाकरं महांकुरं तत्त्वमसि तत्परं तथितरत्तमोहरं मृत्योरमृतत्वकरं अजरं अमरं मकारं उकारं मकारं. ദേവി, പൂജയ്ക്കുള്ള സമയം ആഗതമായിരിക്കുന്നു. ഞങ്ങളെല്ലാരും തയ്യാറായിരിക്കാണ് പ്രഭു. അങ്ങയുടെ അനുവാദത്തിനായി കാത്തിരിക്കുകയാണ്. പോകാം. പിതാവേ, പിതാവേ, നമ്മള് പൂജ ചെയ്ത ഭഗവാൻ നമുക്ക് ദർശനം തരുമോ? നമ്മൾ ഭക്തിയോടെ പൂജ ചെയ്താൽ ഉറപ്പായും ദർശനം തരും. സത്യസന്ധമായി പൂജ ചെയ്താല് തീർച്ചയായും ഭഗവാൻ നിനക്ക് ദർശനം തരും. അപ്പൊ ഉറപ്പായി ഇന്നെനിക്ക് ദർശനം കിട്ടും. ഭഗവാൻ ഉറപ്പായും നിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റും മകനെ. എന്നാ നമുക്ക് പുറപ്പെടാം. ശിവപൂജ ചെയ്യാൻ നമ്മളെക്കാൾ ഉത്സാഹമാണ് നമ്മുടെ മകനെ, കണ്ടില്ലേ? മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോയുഃ ചിദാനന്ദരൂപാ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാഃ ന യജ്ഞഃ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ. ചിദാനന്ദരൂപാ ശിവോഹം ശിവോഹം. ഈ സമയം കൊണ്ട് അമ്മാവൻ പൂജ ചെയ്ത് കഴിഞ്ഞു കാണും. ആ നാഗങ്ങൾ പൂജ ചെയ്ത് കഴിയും മുമ്പേ നമുക്ക് അവിടെ എത്തണം. വാ പോവാം. नमः शिवाय. ॐ शिवं शान्तं जगन्नाथं लोकानुग्रहकारणं शिवमेकपरं वन्दे. शिकाराय नमो नमः. ॐ महामङ्गलाय महाभिषेकाय महाशान्ताय महावीरेन्द्राय महायोगेन्द्राय महागुहाङ्गाय महागुरुविचक्षणाय महामूलप्रदाय महाबलाय महामेधाय महानटशेखराय महाप्रेताय महायज्ञाय महाधर्माय महासाराय महापापनाशाय ॐ महारोगनाशनाय नमः. ॐ महाकर्णायाय महाजटायाय महाकेदारीश्वराय महामण्डलाय महामातङ्गत्वराय महाकालविक्रमाय. സ്വാമി,
ഈ 7 ഗ്രഹങ്ങളും ഒന്നായി ചേരുന്ന സമയത്ത് ആർക്കും ഒരു ആപത്ത് സംഭവിക്കാതെ എല്ലാവരെയും കാക്കേണ്ടത് അങ്ങയുടെ കടമയാണ് ഭഗവാനെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ ശംഭോ ശിവശങ്കര. ഓം നമഃ ശിവായ. വിധിലിഖിതം മോക്ഷദക്ഷം സംഗാംഗം ദിവ്യലിംഗം ഗജമുഖ വിനുതം സാർണപൂർണ സമക്ഷം വേദാന്തം വ്യാസപീഠം സുരമുനി സഹിതം శాంతికాంతం సుఖాంతం. अरुणधवल स्वर्णोदय दीप्तिम् अखिल भुवन चैतन्य प्रसारम् कालगमन सत्कारण धीरं तं नमामि ग्रहनायक सूर्यम् अमृत किरण रस रम्य प्रवाहं ललित ललित लावण्य ललामम् अधित महित माधुर्य मनोज्ञं तं नमामि सान्द्रोदय चन्द्रम् रागभोग संधान निधानं राजयोग संपूर्ण प्रभावम्